ക്രമത്തിലാണ് നമ്മുടെ നോവലുകളെല്ലാം വന്നുകൊണ്ടിരുന്നത്. ആ തുടർച്ച ഖസാക്കോടുകൂടി ലംഘിക്കപ്പെടുകയാണ്. രണ്ട് ജീവബിന്ദുക്കൾ നടക്കാനിറങ്ങിയപ്പോൾ നമ്മളൊന്ന് അമ്പരന്നു. അന്ന് തുടക്കത്തിൽ ഇതെവിടെ നിന്ന് വന്നു ഈ രണ്ട് ജീവബന്ധുക്കൾ? ഇതിൽ കഥാപാത്രമല്ലല്ലോ ഇവര് മറ്റെന്തുമായി മാറുകയാണല്ലോ. നോവൽ മാറാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി തുടക്കം മുതലേ തന്നെ ഇത് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊരു പുതിയ നോവൽ വായിച്ചു തുടങ്ങി എന്നുള്ള വിവരം പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ ദൗർബല്യങ്ങളിൽ നിന്നാണ്, വായനാ ദൗർബല്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോ പഴയ തലമുറയുടെ കഥ പറച്ചിൽ പാരമ്പര്യത്തിൽ നിന്ന് വിജയൻ മാറി നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, ഈ പദധ്യാനം എന്ന വാക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ളതായിരിക്കാം, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് വിജയന്റെ ഒരു സംഭാഷണത്തിലോ ഇതൊരു കുറിപ്പിലാണ്. അപ്പൊ എഴുത്തിൽ വിജയൻ ധ്യാനം കൊണ്ടുവന്നു. നോവൽ എഴുത്തിൽ ധ്യാനം, അത് കണ്ടകടാഹം തകർക്കുന്ന നാടകീയത കൊണ്ട് നമ്മുടെ വായനക്കാരനെ ഹുക്ക് ചെയ്യേണ്ടതല്ല. ഹുക്ക് ചെയ്യുക, ശ്രദ്ധിക്കുക, ഹുക്ക് ചെയ്യുക. അത് ഹുക്ക് ചെയ്യുന്നുണ്ടോ? അത് ഈ ഹോളിവുഡ് സിനിമയുടെ ആദ്യകാലത്ത് സിഗ്ഫീൽഡിനെ പോലെയുള്ളവർ എഴുതിയ സ്ക്രീൻ പ്ലേ ടെക്സ്റ്റുകളിൽ പറയുന്നുണ്ട്, റെസിപ്പി ബുക്കാണ്, അതിൽ പറയുന്നുണ്ട് 10ാമത്തെ പേജിൽ തിരക്കഥ ഹുക്ക് ചെയ്തില്ലെങ്കിൽ മോനെ നിന്റെ പണി തീർന്നു. 10ാമത്തെ പേജ് 10 മിനിറ്റ് അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം അത്രയും പറയാൻ പറ്റില്ല. 3 സെക്കൻഡിൽ ഹുക്ക് ചെയ്തില്ലെങ്കിൽ പണി തീർക്കും. 9 സെക്കൻഡ് ഒരു എന്താ പറയുക, ഒരു റീല് ആയുസുള്ള 9 സെക്കൻഡ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ വായനക്കാരന്, ഈ ധ്യാനമില്ലാത്ത വായനക്കാരന് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ള. അപ്പോൾ ഈ നോവൽ ഞാൻ കഴിഞ്ഞ ഒരു സംഭാഷണത്തിനിടയിൽ ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയതാണത്. അത് ഈ റീലുകളിൽ ഭ്രമിച്ച അവശരായ ആളുകൾക്ക് വേണ്ടി നോവൽ എഴുതേണ്ട ഒരു കാര്യമില്ല, അവരെ ആകർഷിക്കേണ്ട കാര്യമില്ല. എന്തിനു വായനക്കാരെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരാളും നോവൽ എഴുതേണ്ട കാര്യമില്ല. കാരണം എഴുത്തുകാരനോളം സർഗാത്മകതയുള്ള ഒരു വായനക്കാരൻ തന്നെയാണ് നോവൽ വായിക്കേണ്ടത്. അതല്ലാതെ വായനക്കാരനെ കൊച്ചു കുട്ടികൾക്ക് മുല കൊടുക്കുന്ന ലോകത്ത് വെച്ച് ഇങ്ങനെ കൊടുക്കേണ്ട ഒന്നല്ല നോവൽ സാഹിത്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, 80കളിലെ ഈ ഖസാക്കിലും ഈ കഥാവിവാദം ഉണ്ടായി. മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടും അന്ന് മറാത്തി നോവലിസ്റ്റ് വെങ്കടേഷ് മാട്ടുൾക്കറുടെ ബെൻഗർവാടിയുടെ കഥ മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വളരെ പ്രഗത്ഭനായ ഒരു നോവലിസ്റ്റ് വലിയൊരു ആരോപണം ഉന്നയിച്ചു. വലിയ തർക്കമായി. എനിക്ക് തോന്നുന്നു ഈ കഥാവിവാദം അന്ന് തുടങ്ങിയതാണ്. എന്ന് വെച്ചാൽ അന്ന് നമ്മെ നമുക്ക് ഖസാക്ക് പിടികിട്ടിയിട്ടില്ല എന്നാണ് അർത്ഥം. ഒരു വലിയ കഥ പറയാൻ, ഒരു മറാത്തിയിൽ നിന്ന് മോഷ്ടിച്ച ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ് വിജയൻ ഈ നോവൽ എഴുതിയത്. ഒരു പുത്തൻ കഥ കണ്ടുപിടിച്ച് വന്നിരിക്കുകയാണ്, മോഷ്ടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് എന്നുള്ള മട്ടിലാണ് നമ്മൾ ഖസാക്കിനെ സ്വീകരിച്ചത്. ഇപ്പൊ നമ്മളെല്ലാവരും വലിയ അഭിപ്രായമൊക്കെ പറയും, പക്ഷെ അന്ന് വിജയനെ നമ്മൾ കള്ളനാക്കിയിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നീട് നമ്മുടെ നിരൂപകരൊക്കെ ഈ കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ ആ കൃതിയെ സമീപിക്കാൻ തുടങ്ങി. പിന്നെ കാലം ഉണക്കാത്ത മുറിവുകളില്ലല്ലോ, കാലം ആ മുറിവിനെയും ഉണക്കി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു മഹത്തായ കൃതി മനുഷ്യന്റെ ഉള്ളിലെ കൂടുതൽ തുറന്നു കാട്ടുന്നു. അതിൽ നിന്ന് മനുഷ്യ ജീവിതത്തെ കുറിച്ച് എന്തോ കൂടി പുത്തനായിട്ട് ആവിഷ്കരിക്കുന്നു. അപ്പോ ഫ്ലോബർ പറഞ്ഞു, 1760 പറഞ്ഞു, കാര്യങ്ങളുടെ ആത്മാവിലേക്ക് കയറുന്നതിന് വേണ്ടിയാണ് നോവൽ എന്ന് ഫ്ലോബർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ എഴുത്തുകാരും കലാകാരന്മാരും മനുഷ്യ മനസ്സിനെ കുറിച്ചുള്ള ചില സത്യങ്ങളാണ് കണ്ടെത്തുന്നത്. ഓരോ വാചകവും വലിയ സാഹസികതയായിട്ടാണ് ഫ്ലോബർ കണ്ടത്. ഒരു ഗംഭീരമായ വാചകം ഒരു ദിവസം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പട്ടിയെ പോലെ പുഴുത്ത് ചാവട്ടെ എന്നാണ് ഫ്ലോബർ പറഞ്ഞത്. നമുക്കറിയാം, മാർസൽ പ്രൂസ്റ്റ് ഒരു കോർക്ക് നിറച്ച ഒരു മുറിയിൽ അവസാന കാലം ചെലവഴിച്ചുകൊണ്ടാണ് ഇൻ സെർച്ച് ഓഫ് ലോസ്റ്റ് ടൈം എഴുതിയതെന്ന്. അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കുത്തിക്കുറിച്ച വരികൾ നോക്കിയ ആളുകൾ പറഞ്ഞത് ആ മരണാനുഭവം അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിലൊരു മനുഷ്യൻ അയാളുടെ മരണനിമിഷങ്ങൾ പോലും സാഹിത്യത്തിന് വേണ്ടി കൊടുത്തുകൊണ്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. ദസ്തയേവ്സ്കി അയാളുടെ പീഡനം എന്ന് പറഞ്ഞ ജീവിതം തന്നെയാണ് എഴുത്തിന് വേണ്ടി കൊടുത്തത്. അപ്പോഴും നമ്മളുടെ മുന്നിൽ സത്യങ്ങൾ ഭാഷയിലേക്ക് ആവാഹിച്ചു
കൊണ്ട് അദ്ദേഹം കടന്നുപോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ഈ നമ്മളുടെ മുൻ തലമുറ എഴുതിയ അതേ പാറ്റേണില് അതേ ചിട്ടവട്ടങ്ങളിലൂടെയാണ് ഒരു പുതിയ നോവലിസ്റ്റ് എഴുതേണ്ടത് എന്ന് നമ്മളെല്ലാവരും എഴുതുന്നവരും അല്ലാത്തവരും നോവൽ എഴുതാൻ പഠിക്കുന്നത് മുന്നേ കടന്നുപോയവരുടെ നോവലുകൾ വായിച്ചുകൊണ്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നമുക്ക് നോവൽ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊന്നും നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ അമേരിക്കയിലൊക്കെ ധാരാളമായിട്ടുണ്ട്. അവിടെ നിന്ന് റൈറ്റിംഗ് കോഴ്സൊക്കെ പഠിച്ചു വരുന്നവർ ഇവിടെയും മലയാളത്തിലൊക്കെ എഴുതുന്നുണ്ട്. അവിടെ നിന്ന് പഠിച്ചു വരുന്ന ചിലർ ഇവിടെ മലയാളത്തിലും എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമുക്ക് മലയാളത്തിൽ ഗംഭീരമായ നോവലിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ യുണീക്കായിട്ട് എന്ന് പറയാവുന്ന എഴുത്തുകാരുണ്ടായിട്ടുണ്ട്. സി വി രാമൻപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, ഒ വി വിജയൻ, മേതിൽ രാധാകൃഷ്ണൻ എന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കിയാൽ ഈ പേരുകൾ കണ്ടെത്താൻ പറ്റും. അപ്പോ പിന്നെയും നമുക്ക് പറയാം തകഴി, ഉറൂബ്, കോവിലൻ, മാധവിക്കുട്ടി, ഇങ്ങനെ കുറെ വലിയ എഴുത്തുകാർ നമുക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ വായിച്ചു വരുന്ന തലമുറ ഇവരെ പോലെ നോവൽ എഴുതിയാണ് വരുന്നതെങ്കിൽ പിന്നെ എന്ത് കാര്യത്തിനാണ് ഇവരെഴുതുന്നത്? എന്തിനാണ് പുതിയ നോവൽ ഇവർ എഴുതുന്നത്? പുതിയ എഴുത്തുകാർ എന്തിനു വേണ്ടിയാണ് എഴുതുന്നത്? മുന്നേ കണ്ടുപിടിച്ച മാധ്യമത്തിന്റെ ഒരു തുടർച്ച പോലെ ഒരു പുതിയ കഥ കൂടി ആവിഷ്കരിക്കാൻ ഞങ്ങൾ എഴുതുന്നു എന്ന മട്ടിൽ ഒരു നോവലിസ്റ്റും നോവൽ എഴുതേണ്ട കാര്യമില്ല. കാരണം ഒരു നോവൽ എഴുത്ത് കരകൗശല വേലയല്ല, അതൊരു ക്രാഫ്റ്റ് അല്ല. കലമോ ചട്ടിയോ അതല്ലെങ്കിൽ അത്തരം കലാവസ്തുക്കളോ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല നോവൽ എഴുത്ത് എന്നാണ് ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത്. 1965 അലൻ റോക്രിയെ എസ്സേസ് ഫോർ എ ന്യൂ നോവൽ എന്നൊരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു, അപ്പൊ 1965 എഴുതുന്ന ഒരു നോവലിസ്റ്റ് സ്റ്റെന്താണിനെ പോലെ എഴുതുന്നു, ആഹാ എന്ത് ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിൽ പല മൗഢ്യം എന്താണുള്ളത്? സ്റ്റെന്താൺ അയാളുടെ കാലത്തു നിന്നും ആ ചരിത്ര ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അയാൾ നോവൽ എഴുതിയത്. അതുപോലെ നീ ഇപ്പൊ എഴുതുന്നത് എന്തിനാ എന്നാണ് ഈ അലൻ റോക്രിയെ ചോദിച്ചത്. റോക്രിയെ വളരെ വ്യത്യസ്തമായിട്ട് നോവൽ കണ്ടെത്തിയ ഒരാളാണ്. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഈ ഡെലക്രയെ പോലെ ചിത്രം വരക്കേണ്ട കാര്യമില്ല എന്നുള്ള ആൾ, ബീഥോവനെ പോലെ സംഗീതം ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നവരെ നമ്മൾ പ്രശംസിക്കുകയല്ല വേണ്ടത്. അവരാണ് യഥാർത്ഥത്തിൽ മോഷണം നടത്തുന്ന ആളുകൾ, പ്രതിഭയില്ലാത്തവർ എന്ന് അദ്ദേഹം അന്ന് എഴുതിയിട്ടുണ്ട്. 1760 ഫ്ലോബറും 1910 പ്രൂസ്റ്റും പുതിയ നോവലുകളാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഇന്ന് എഴുതുന്ന ഓരോ നോവലിസ്റ്റുകളും പുതിയ നോവലുകളാണ് സൃഷ്ടിക്കേണ്ടത്. പാചകക്കുറിപ്പ് അനുസരിച്ച് കൃതികൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂർവികരെക്കാളും കഴിഞ്ഞ തലമുറ എഴുതിയതിനേക്കാളും എന്തോ മെച്ചപ്പെട്ട ഒന്ന് സൃഷ്ടിക്കുക മാത്രമല്ല, മനുഷ്യാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ തലമുറയിൽ എഴുതിയവർ കാണാത്ത എന്തോ പുത്തനായ ഒരു സംഭവം പുതിയ എഴുത്തുകാരൻ, പുതിയ നോവലിസ്റ്റ് ആവിഷ്കരിക്കാനാണ് ഒരു എഴുത്തുകാരൻ, പുതിയ എഴുത്തുകാരൻ ശ്രമിക്കേണ്ടത്. അങ്ങനെയാണ് പണ്ടേ തന്നെ ലോറൻസ് സ്റ്റേൺ ട്രിസ്റ്റാൻ ഷാൻഡി എന്ന നോവൽ എഴുതി. അതിന് കഥയില്ലാതെയും നോവൽ എഴുതാൻ സാധിക്കും എന്ന് എത്രയോ കാലം മുമ്പ് നോവലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ഈ കുന്ദേര വീണ്ടും പറയുന്നുണ്ട്, അതായത് വീണ്ടും പുതിയ ഒരു എഴുത്തുകാരൻ, ഞാൻ പുതിയൊരു ഹ്യൂമൻ കോമഡി കൂടി എഴുതാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു നോവൽ എഴുതേണ്ട കാര്യമില്ല. കേരളത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. അതായത് എല്ലാവരും ഒരു മനുഷ്യരെ കുറിച്ചുള്ള കഥകൾ, ജീവിതഗ്രന്ഥിയായ കഥകൾ, റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകൾ ഇങ്ങനെ നിരപ്പെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ കുന്ദേര ചോദിക്കുന്നുണ്ട്, മറ്റൊരു ഹ്യൂമൻ കോമഡി കൂടി നിങ്ങൾ എന്തിനാണ് എഴുതുന്നത്? ബെൽസാക്ക് കഥ എഴുതി കഴിഞ്ഞല്ലോ എന്നായിരിക്കാം അദ്ദേഹം ഉദ്ദേശിച്ചത്. സത്യമാണ്, ബെൽസാക്ക് കഥ എഴുതി കഴിഞ്ഞു. നിങ്ങൾ എന്താണ് ഈ ലോകത്തിന് സമ്മാനിക്കുന്നത് എന്നാണ് അന്ന് കുന്ദേര ചോദിച്ചത്. അപ്പോ എനിക്ക് തോന്നുന്നത് എഴുത്തുകാരൻ മാത്രമല്ല, മഹത്തായ കൃതി ഉണ്ടാക്കുന്നത് വായനക്കാരും കൂടി ചേർന്നാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു വായനയിൽ, ഒറ്റ വായനയിൽ അവസാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു കഥ വായിച്ച് മനസ്സിലാക്കി തീരുന്ന നോവൽ വായനക്കാരനെ അപഹസിക്കുന്ന നോവലാണ്. ഇതിൽ വായനക്കാരൻ കണ്ടെത്താനായിട്ട് എന്തെങ്കിലും ഇല്ലെങ്കിൽ ഇയാൾ എന്തിനത് രണ്ടാം വട്ടം വായിക്കണം,
മൂന്നാം വട്ടം വായിക്കണം. ഒരു നോവൽ ഒറ്റ വായന കൊണ്ട് വലിച്ചെറിയാനുള്ളതാണോ? അതിന് നമ്മൾ പൾപ്പ് ഫിക്ഷൻ എന്നല്ലേ പറയുന്നത്. നമുക്കറിയാം, നമ്മൾ തീവണ്ടിയിലൊക്കെ പോകുമ്പോൾ അതുവഴി കടന്ന ടൂറിസ്റ്റുകൾ വായിച്ച പുസ്തകങ്ങൾ അവിടെ ഇർവിംഗ് വാലസിന്റെയും മറ്റൊക്കെ പഴയ കാലത്തെ ജോൺ ഗ്രിഷാമിന്റെയൊക്കെ പുസ്തകങ്ങൾ വായിച്ച് തട്ടിയും പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞിട്ട് പോകും. ഒറ്റ വായന കഴിഞ്ഞു. അത് ഇനിയൊന്നുമില്ല, ആ ഒരു കഥ മനസ്സിലായി കഴിഞ്ഞു. അപ്പോ അങ്ങനെയുള്ള ഒരു വായനക്കാരനെ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യാനാണോ ഇന്നത്തെ എഴുത്തുകാരനല്ല. വായനക്കാരൻ ഒരു വെല്ലുവിളിയായിട്ടിരുന്ന ഒരു സമൂഹമാണത്. റൊളാൻ ബാർത്ത് വളരെ നേരത്തെ തന്നെ ഗ്രന്ഥകാരനെ കൊന്നു കഴിഞ്ഞു. അപ്പോ ആ ടെക്സ്റ്റിൽ നിന്ന് പുത്തനായ എന്തെങ്കിലും ഒരു വായനക്കാരന് കണ്ടുപിടിക്കാൻ കഴിയണം. ആ എഴുത്തുകാരൻ്റെത് മാത്രമായ അയാളുടേതായ ഒരു ശൈലി, അയാളുടേതായ ഒരു കണ്ടെത്തൽ, അയാളുടേതായ ഒരു സൗന്ദര്യം അത് ഈ നോവലിൽ നിന്ന് കിട്ടുമ്പോൾ മാത്രമാണ് അതൊരു സംഭവമായിട്ട് മാറുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പണ്ടേ ഇത് സംഭവിച്ചു കഴിഞ്ഞു. അതായത് നമ്മളുടെ മാസികകളിലും പത്രങ്ങളിലും ഒക്കെ ലേഖനം എഴുതുമ്പോൾ അതിന്റെ പ്രത്യേകതകൾ മുഴുവൻ ഇല്ലാതാക്കി എല്ലാവർക്കും ഒരേ ഭാഷ കൊടുക്കുന്ന ഒരേ ശൈലിയിലല്ലേ പത്രമാധ്യമങ്ങളിൽ എല്ലാവരും ലേഖനം എഴുതുന്നത്. ഇപ്പൊ എഡിറ്റോറിയൽ പേജിൽ വരുന്ന ലേഖനങ്ങളെല്ലാം ഒരേപോലെ എഴുതുന്നത്. അത് തന്നെയല്ലേ നമ്മുടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലാറ്റനിങ് ഓഫ് സ്റ്റൈലിനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉയർച്ച താഴ്ചകൾ അടിച്ചു നിരത്തി അതിനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വായനക്കാർ എന്താഗ്രഹിക്കുന്നു. ഞാൻ കുറച്ചു കാലം ജേർണലിസത്തിന് പോയിരുന്നു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ന്യൂസ് എഡിറ്റർ പറയുക, എടാ നിന്റെ സാഹിത്യം ഒന്നും ഇതിൽ വരണ്ട, ഇത് മണ്ടന്മാരാണ് വായിക്കാനിരിക്കുന്നത്, അവന് മനസ്സിലാവണത് എന്ന് പറയുമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അത്ര മണ്ടന്മാരാണോ, നമ്മളെക്കാളും മണ്ടന്മാരാണോ വായനക്കാർ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. പക്ഷെ പുള്ളിക്ക് അതിൻ്റെതായ ന്യായങ്ങളൊക്കെ ഉണ്ടത്, അത് വേറെ കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് തന്നെ നമ്മുടെ നോവൽ സാഹിത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരേപോലെയുള്ള അപ്പം ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരുപോലെ, ഒന്നിനും ഒരു മാറ്റമില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഖസാക്ക് വരുന്നത്, അപ്പോഴാണ് മേതിൽ രാധാകൃഷ്ണൻ വരുന്നത്, വളരെ വൈകി കണ്ണൂരിലുള്ള ഒരു അശോകൻ വരുന്നു, അപ്പക്കൂടുകാരൻ്റെ അതിഭാഷണം എന്ന നോവൽ എഴുതുന്നു, ഞങ്ങളുടെ മഞ്ഞ പുസ്തകം എഴുതുന്നു, ഒരു കോപ്പം നിറയുന്ന മീൻ എഴുതുന്നു. ആർക്കും വേണ്ട, ആരും വൈകില്ല. കാരണം ഇത് ഒരു ഐസ് മിഠായി പോലെ വായിച്ചു തീർക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വേണ്ട. മേതിൽ രാധാകൃഷ്ണൻ ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധി എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ആ ഭാഷയുടെ ഒരു പുതിയൊരു ഭാഷയിൽ അദ്ദേഹം എഴുതുന്നു. നമ്മളൊന്ന് ഇത്തിരി കൂടി ശ്രമിച്ചാൽ സാധിക്കും. അപ്പൊ അതുപോലെ 1% വരുന്ന എഴുത്തുകാർ മാത്രമാണ് ഈ മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മേതിലേറെക്കുറെ അവനവന്റെ മനസ്സുമായിട്ടാണ് സംവദിക്കുന്നത് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഭാഷയും എൻ്റെ മനസ്സുമായിട്ടാണ് ഞാൻ സംവദിക്കുക. ഒരിക്കൽ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭാഷയും മനസ്സും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് എഴുത്ത് എന്ന് മേതിൽ ഒരിക്കൽ പറഞ്ഞു. ഭാഷയാണ് എഴുത്തിന്റെ കേന്ദ്രം എന്നാണ് മേതിൽ പറഞ്ഞത്. അല്ലാതെ ഒരു എഞ്ചിനീയറിങ്ങിനെ കുറിച്ചും മേതിൽ അന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ്. അത് ഭാഷയിലാണ് അദ്ദേഹവും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വിജയനപ്പൻ, എനിക്കറിയാം ഈ മേതിൻ്റെ ആദ്യകാലത്തെ എഴുത്തുകളിലൊക്കെ ഈ വിജയനോടുള്ള ആരാധന തിങ്ങി നിറഞ്ഞിരുന്നു. മലയാളത്തിൽ പോയി നോവൽ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ഒരു എഴുത്ത് അദ്ദേഹത്തിന് ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിലവിലുള്ള ഒരു സാഹിത്യ ഭാഷയോടുള്ള ചെടിപ്പ് നല്ലൊരു എഴുത്തുകാരൻ എല്ലാ കാലത്തും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ആളുകളാണ് അതിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പുതിയൊരു എഴുത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അതായത് പുതിയ അനുഭവത്തെ വിവരിക്കാനായിട്ട് നമുക്ക് പഴയ ഭാഷ പോരാതെ വരും. എനിക്ക് തോന്നുന്നു നമ്മുടെ നിരൂപണം ഏറെക്കുറെ ഇപ്പം നിലച്ചു പോയതിൻ്റെ ഒരു കാര്യം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 1960കളിൽ നിരൂപകർ ഈ FTയെയും ടി പത്മനാഭനെയും ഒക്കെ വിവരിക്കുവാനായിട്ട്, അവരുടെ കൃതികളെ വിവരിക്കുവാനായിട്ട് രൂപപ്പെടുത്തിയ ഒരു ഭാഷയിൽ തന്നെ ഇന്ന് അവർക്ക് എഴുതാൻ സാധിക്കില്ല. അതായത് 60-ൽ ഉണ്ടാക്കിയ റോഡിലൂടെ 2026-ലെ ട്രാഫിക് സാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് സാധിക്കില്ല. അത് ഒരുപാട് അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട് നിരൂപകൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് അപ്പോൾ അതേ ഭാവത്വവും അതേ ഭാഷയും തുടർന്ന് വരുന്ന ഒരാൾക്ക് ഒരിക്കലും നല്ല ഒരു നിരൂപകനാവാൻ സാധിക്കില്ല. നിരൂപണത്തിന് ചെറുതായ ഒരു എന്താ പറയുക, ഞാൻ ഇല്ല മരിച്ചു എന്നൊന്നും ഞാൻ പറയില്ല. നല്ല നിരൂപകരൊക്കെ ഉണ്ട്.
ഉണ്ട്. പലരും പല കാരണങ്ങൾ കൊണ്ടാണ് എഴുതാതിരിക്കുന്നത് എന്നാണ് ഞാൻ വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയിരുന്നത്. ഈ സോഷ്യൽ മീഡിയ കാലത്ത് വളരെ സാർത്ഥകമായ നിരൂപണം പലപ്പോഴും അസാധ്യമായ ഒരു അവസ്ഥയുണ്ടെന്നാണ് ചില നല്ല നിരൂപകർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരേപോലുള്ള കൃതികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. 70കളോടുകൂടി നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് ഈ എക്സിസ്റ്റൻഷ്യലിസ്റ്റ് കൃതികളെ അനുകരിച്ചുകൊണ്ട്, അതായത് നമ്മളുടെ അന്നത്തെ എഴുത്തുകാർ മനസ്സിലാക്കിയ വണ്ണം അസ്തിത്വവാദ സംബന്ധിയായിട്ടുള്ള ഒരുപാട് നോവലുകൾ അടിച്ചു വിട്ടതായിട്ട് നമുക്കറിയാം. ഒത്തിരി നോവലുകൾ ഇവിടെ ഉണ്ടായി. അപ്പൊ അവർക്ക് ഒരു വലിയൊരു നിരൂപകനം ഉണ്ടായിരുന്നു. അവർക്ക് സിദ്ധാന്തങ്ങൾ ചമയ്ക്കുവാനായിട്ട് KPFനെയും രാധാകൃഷ്ണനെയും പോലെയുള്ള നിരൂപകരും ഉണ്ടായിരുന്നു. പക്ഷെ 10 വർഷം പോലും അത് നിലനിന്നില്ലല്ലോ എന്ന് KPFൻ വിലപിച്ചു എന്ന് നമ്മൾ ഓർക്കണം. ഈ ആധുനികത 10 വർഷം പോലും നിലനിന്നില്ലല്ലോ എന്ന് KPFൻ എഴുതിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോ അതിനെ നമ്മുടെ മധുസൂദനൻ, മധുസൂദനൻ എന്ന നിരൂപകൻ അതിനെഴുതിയത്, അതിന്റെ മറുപടിയും കൂടി ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. നീച്ചയെ പോലെയുള്ള ദാർശനികരുടെ ആശയങ്ങൾ സ്വീകരിച്ച് ജീവിതത്തിലെ വൈവിധ്യങ്ങളും സൗന്ദര്യങ്ങളും അവഗണിച്ച് സാഹിത്യം ജീവിത നിഷേധം മാത്രമാണ് എന്ന് വിശ്വസിച്ച് ശൂന്യതാവാദത്തിലേക്ക് അതിനെ പിടിച്ചു കെട്ടാൻ ആധുനികരെ പ്രേരിപ്പിച്ചത് ഈ നിരൂപകരായിരുന്നു എന്നാണ് മധുസൂദനൻ പറഞ്ഞത്. അപ്പൊ അന്ന് തന്നെ അല്ല കാലം കഴിഞ്ഞ ഉടനെ തന്നെ അതിനെതിരെ ഒരു വിമർശനം മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതൊന്നുമല്ല. ഇപ്പൊ മലയാളം പുതിയ വഴി എന്ന് പറയുന്നത് എങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റും, എങ്ങനെ പൾപ്പ് ഫിക്ഷന് മറ്റൊരു വേഷം ധരിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ റീലുകളിലൂടെ നിരൂപകർക്ക് പകരം ഞങ്ങൾക്ക് ഇൻഫ്ലുവൻസർമാർ മതി എന്നുള്ള മട്ടിലുള്ള പുതിയ നോവലുകൾ ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നുണ്ട്. അത് അപ്പോ ഈ അത്തരം നോവലുകൾ ആണിപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഗൗരവമായിട്ട് എഴുതുന്ന എല്ലാവരും അവരുടെ പുസ്തകങ്ങളുടെ പടം ഫേസ്ബുക്കിൽ ഇടാൻ നിർബന്ധിതരായിരിക്കുന്നു. ഇങ്ങനെ ഒരു എഴുത്തുകാരൻ ഞാനിവിടെ നിൽക്കുന്നുണ്ട് എന്ന് കാണിക്കേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. ഈ ഇപ്പോഴുള്ള ഇത്തിരി നന്നായിട്ട് എഴുതുന്ന എഴുത്തുകാർക്കൊക്കെ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ വിപണി ഒരിക്കലും നല്ല സാഹിത്യത്തിന് അനുകൂല ഘടകമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വിപണിക്ക് എതിരെ നീന്തുമ്പോൾ മാത്രമാണ് ഒരു സാഹിത്യം നല്ലത് ആയി മാറുന്നത് എന്ന് ഞാൻ കരുതുന്നു. അവസാനമായിട്ട് ഞാൻ ചുരുക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇന്നത്തെ ഒരു അപര്യാപ്തതയായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതായത് എൻ്റെ മകൻ്റെ മകൾ 3.5 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവളുടെ പ്ലേ ക്ലാസ്സിൽ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, അപ്പോൾ എൻ്റെ ശത്രുതയിലായിരുന്ന ഒരുത്തനുണ്ട്, അവളുടെ ശത്രുവായിരുന്നു ഡേവിസ് എന്ന് പറഞ്ഞ പയ്യൻ. അവനൊരു ദിവസം ഓടി വന്നപ്പോൾ അവൻ്റെ ഹൃദയം തെറിച്ചു, നെഞ്ചത്തു നിന്ന് തെറിച്ചു പോയിട്ട് ഞാൻ നോക്കുമ്പോൾ വാഷ് ബേസിൻ്റെ അടി കിടക്കുന്നു. ഇവനിങ്ങനെ വീഴാൻ പോവുകയാണ്. ഞാൻ ഓടിച്ചെന്ന് ആ ഹൃദയം എടുത്ത് പൈപ്പിൽ കഴുകിയിട്ട് അവൻ്റെ നെഞ്ചത്ത് വെച്ച് കൊടുത്തു. അപ്പോൾ അവൻ നല്ല സ്മാർട്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊക്കെ ഇത് കഥ കേട്ടിട്ട് ചിരിച്ചു. അവൾ അവിടെ നിർത്തിയില്ല. അപ്പോൾ ഇന്നലെ എനിക്ക് ടീച്ചർ ഒരു റെയിൻബോ മിഠായി തന്നു. റെയിൻബോ മിഠായി ഞാൻ നാവിൽ വെച്ചപ്പോൾ എൻ്റെ നാവ് മുഴുവൻ റെയിൻബോയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മൊത്തം റെയിൻബോയായി. എന്നെ അച്ഛൻ വിളിക്കാൻ വന്നപ്പോൾ അച്ഛനെ തൊട്ടപ്പോൾ അച്ഛൻ റെയിൻബോയായി, അമ്മ റെയിൻബോയായി. വീട്ടിലേക്ക് കയറിയപ്പോൾ വീടും റെയിൻബോ ആയി മാറി എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഒരു ദിവസം പറഞ്ഞു, എന്നെ കുത്താനായിട്ട് ഒരു തുമ്പി വന്നു, ഒരു ശലഭം വന്നു, നമ്മുടെ വീടിൻ്റെ അത്രയും വലിയൊരു ശലഭം വന്നു എന്ന് പറഞ്ഞു. ഞാൻ ഈ കുട്ടിയുടെ വല്ലാത്ത ഭാവന എന്ന് പറയാനൊന്നും വേണ്ടിയല്ല ഇത് പറഞ്ഞത്. ആ പ്രായത്തിൽ എല്ലാ കുട്ടികൾക്കും അതിരുവിട്ട ഭാവനയ്ക്കുള്ള ഒരു മനസ്സ് ഉണ്ടാവും. ഈ കുട്ടി വളർന്ന് വലുതാവുമ്പോൾ ഇത് ഇല്ലാതായി തീരുകയാണ്. ഈ സമൂഹം ഇത് റദ്ദാക്കി കളയാനാണ്. നീ നുണ പറയുകയാണ്, നീ നുണ പറയല്ലേ എന്ന് പറയുന്ന മാതാപിതാക്കൾ ഈ കുഞ്ഞിൻ്റെ ഭാവന ഇല്ലാതാക്കുകയാണ്. അങ്ങനെ ഭാവന ഇല്ലാതായി പോയ ഒരു സമൂഹമായി മാറിയോ നമ്മൾ എന്നുള്ളൊരു സംശയം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. അപ്പോൾ മാർക്സിസ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കുട്ടികളെ പോലെ ലോകത്തെ കാണാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ ആ സൗന്ദര്യം
സൗന്ദര്യവും മനോഹാരിതയും നമുക്ക് നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയുള്ള ഒരു രംഗം ഡോൺ ക്വിഹോട്ടിൽ നമ്മുടെ സെർവാന്റിസ് എഴുതിയിട്ടുണ്ട്. സാൻചോ പാൻസയോടൊപ്പം മോണ്ടിസിനോസിന്റെ ഗുഹയിലേക്ക്